സുഹൃത്തുക്കളെ, നമ്മളപ്പോൾ ഇന്ന് മൗസൻ എന്ന് പറഞ്ഞ ഈ വില്ലേജിൽ നിന്ന് പോവുകയാണ്. അപ്പോൾ ഇത്രയും ദിവസം നമുക്കിവിടെ സ്റ്റേ തന്നവരോടൊക്കെ താങ്ക്സ് പറഞ്ഞിട്ട് ഇന്ന് ഞാൻ പോവാട്ടോ. അപ്പോൾ അതാ സാധനങ്ങളൊക്കെ ഇവിടെ പാക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അരി മേടിച്ചിട്ടുണ്ട്, ഉരുളക്കിഴങ്ങ്, സവാള അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് പോണ വഴിക്ക് ഫുഡൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പോണത് എവിടേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ലുങ്ലേ എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാട്ടോ നമ്മൾ പോണത്. ലുങ്ലേ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് അവിടെയുള്ള വീഡിയോസാണ് നമ്മൾ കൊണ്ടുവരിക. അപ്പോൾ എല്ലാവരും ചാനൽ എന്തായാലും സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ആകെ കുറച്ച് ഫോളോവർ ഉള്ളൂ എനിക്ക്, ഡെയിലി വീഡിയോ കാണുന്നവർ. അപ്പോൾ കാണുന്നവരെന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ പുതിയ വീഡിയോസായിട്ട് ഇനിയും വരും ഞാൻ. അപ്പോൾ നമ്മുടെ വണ്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി വണ്ടിയിൽ സാധനങ്ങളെല്ലാം കെട്ടിയിട്ട് വേണം പോകണമെന്നുണ്ടെങ്കിൽ. വണ്ടിയിൽ സാധനങ്ങൾ കെട്ടാൻ തന്നെ ഒരു അരമണിക്കൂർ പിടിക്കും കേട്ടോ. കാരണം ഇത്രയും ലഗേജ് എനിക്ക് വലിച്ച് കെട്ടണമെന്നുണ്ടെങ്കിൽ അരമണിക്കൂർ വേണം. ഇത് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തിരുന്നില്ല എന്നുണ്ടെങ്കിൽ വണ്ടിയിൽ നിന്ന് സാധനം താഴെ പോകുന്ന വഴിയിൽ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയം പിടിക്കും ലഗേജൊക്കെ കെട്ടാൻ. ഇതാണ് കേട്ടോ ഇവിടുത്തെ കിച്ചൺ എന്ന് പറയുന്ന സ്ഥലം. ഇവിടെയാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഇത് ഞാൻ കൊണ്ടുവന്ന ഗ്യാസാണ്. ഇനി ബാഗിൽ തിരിച്ച് കയറണം. ഇവരുടെ ഗ്യാസ് ഭയങ്കര സ്ലോയാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ ഗ്യാസായിരുന്നു ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എങ്ങനെ പോയാലും ഞാൻ ഗ്യാസ് ഉപയോഗിക്കണം. അപ്പോൾ പിന്നെ എൻ്റെ ഉപയോഗിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ നമ്മളിന്ന് തെറിക്കും അടുത്ത സ്ഥലത്തേക്ക്. ഇതായിരുന്നു ഇവരുടെ റൂം കേട്ടോ. ഈ ഒരു റൂമിനകത്താണ് ഞാൻ സ്റ്റേ ചെയ്തത്. ഇവിടുത്തെ പുറത്തെ കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഭംഗിയാട്ടോ. നിങ്ങളതിനൊന്ന് കണ്ടു നോക്കി എത്ര ഭംഗിയാണെന്ന് ഈ ഒരു സ്ഥലമാണ്. ഇതുകൊണ്ടോ ഈ റൂമിൻ്റെ പുറം ഭാഗം പറഞ്ഞത് കാണാൻ എന്ത് ഭംഗിയല്ലേ. ഇവിടെയാണ് ഞാൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഏകദേശം ഒരാഴ്ചേൻ്റെ അടുത്ത് താമസിച്ചു. വേറെ ഒന്നുമല്ല, ഡെയിലി വണ്ടിയും കൊണ്ട് ഓടിച്ച് പോകാനുള്ള പെട്രോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒരു സ്ഥലം എത്തിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരാഴ്ച 2 ആഴ്ചയൊക്കെ സ്റ്റേ കിട്ടണത്. അതും ചോദിക്കാണ്ട് തന്നെ ഇങ്ങോട്ട് പറഞ്ഞാൽ മാത്രം നിൽക്കുള്ളൂ, അല്ലാന്നുണ്ടെങ്കിൽ നിൽക്കില്ല ഒരിക്കലും. പിന്നെ ഇത് അവിടെ ഒരു കിളിക്കൂടുണ്ട് കേട്ടോ. അത് കിളി എപ്പോഴും വരും. ഇതാണ് കാഴ്ച അവിടുത്തെ. ഇതാണ് മൗസൂൽ എന്ന് പറഞ്ഞ ഗ്രാമം കേട്ടോ ഈ കാണുന്നത്. 80 വീടുള്ളൂ ഇതിനകത്ത് മൊത്തത്തിൽ. ആ ഒരു ഗ്രാമമാണ് ഈ കാണുന്നത്. എൻ്റെ അടുത്ത് പറഞ്ഞത് സ്വന്തം വീട് പോലെ കണ്ടാൽ മതി ഈ ഗ്രാമം, എപ്പോൾ വേണമെങ്കിലും വരാം, എവിടെ വേണമെങ്കിലും താമസിക്കാം എന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ട് പറഞ്ഞുവിടാം. അപ്പോൾ അതന്നെ വലിയൊരു കാര്യം. നമ്മളെ പുറമേ നിന്ന് തന്നെ ഒരാളെ നമ്മളിവിടെ ഇത്രയും സ്വീകരിച്ച് നമുക്കിവിടെ ഇത്രയും താമസം തരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ലാത്തൊരു സംഭവമല്ലേ. അപ്പോൾ ഇനി ഞാനിപ്പോൾ ലുങ്ലേ എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയിട്ട് തിരിച്ച് ഇങ്ങോട്ട് വരും. കാരണം നാട്ടിലേക്ക് പോകണം. എൻ്റെ കസിൻ എന്ന് പറഞ്ഞൊരുത്തൻ്റെ കല്യാണമുണ്ട്. അവൻ്റെ പേരും ബേസിൽ നിന്നാണ്. ഞങ്ങളുടെ നാട്ടിലെ പിന്നെ ബേസിൽ എന്ന് പറഞ്ഞാൽ കൈയും കണക്കൂല, അത്രയും ബേസിൽമാരുണ്ട് നാട്ടിൽ. അപ്പോൾ അവൻ്റെ കല്യാണത്തിന് പോകണം. അതിന് പോകാണ്ടിരിക്കാൻ ഒഴിവാക്കാൻ പറ്റാത്തൊരു കല്യാണമാണ്. അപ്പോൾ അതിന് പോയിട്ട് തിരിച്ച് വരണം. ആ പോണ വഴിക്ക് ഇവിടെ ഈ ഗ്രാമത്തിൽ കയറിയിട്ട് പോകണം എന്നാണ് അവരെന്തായാലും എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ വേറൊരു വഴിക്കും കൂടി നമുക്ക് പോവാം. സർച്ചിപ്പ് എന്ന് പറഞ്ഞൊരു വഴിയുണ്ട്. ആ വഴി കൂടെ നമുക്ക് നേരെ തിരിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനുള്ള സ്ഥലത്തേക്ക് പോവാം. റെയിൽവേ സ്റ്റേഷനുള്ള സ്ഥലത്തിൻ്റെ പേര് ഭൈരബി എന്നാണ് കേട്ടോ. അങ്ങോട്ട് പോവാം. അപ്പോൾ പക്ഷെ അവർ ഈ വഴി തന്നെ തിരിച്ച് പോയാൽ മതി എന്നാണ് പറഞ്ഞേക്കണത്. എന്നാലല്ലേ ഞാൻ ഈ വഴി ഇങ്ങോട്ട് തിരിച്ചെത്തുള്ളൂ. പിന്നെ ഇവിടെ എന്തോ ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട്, അതൊക്കെ അറ്റൻഡ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് എങ്ങനെയായാലും അടുത്ത മാസം 2-ാം തീയതി തൊട്ട് ഒരു 6-ാം തീയതി അതിനുള്ളിൽ ഞാൻ നാട്ടിലെത്തും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള നാട്ടിലെ വീഡിയോസ് ഞാൻ കുറച്ച് ഇടുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെയും തിരിച്ച് ഇങ്ങോട്ട് തന്നെ വരണം എന്നാണ് പ്ലാൻ. കാരണം ഞാൻ വണ്ടി എന്തായാലും കൊണ്ടുവരുന്നില്ല. വണ്ടി കൊണ്ടുവരാനുള്ള ഫണ്ടുകളൊന്നുമില്ല. വണ്ടി ഇവിടെ സേഫായിട്ടൊരു സ്ഥലത്ത് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. മിസോറാമിൽ വന്നപ്പോൾ തന്നെ ആദ്യം ഞാൻ അതാ സെറ്റ് ചെയ്തത്. കാരണം മാരേജ് പെട്ടെന്നായിരുന്നു എല്ലാം ഉറപ്പിച്ചത് അവൻ്റെ. അപ്പോൾ ഞാൻ വണ്ടി സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു സ്ഥലം കണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ വണ്ടി അവിടെ സെറ്റ് ചെയ്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ട്രെയിൻ കയറിയിട്ട് നാട്ടിലേക്ക് വരും. നാട്ടിലവിടുത്തെ കാഴ്ചകൾ കാണാം അത് കഴിഞ്ഞിട്ട് നമുക്ക്. അപ്പോൾ ഗൈസ്, അപ്പോൾ അതായത് നമ്മൾ സാധനങ്ങളെല്ലാം വണ്ടിയിൽ പാക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ ഇവിടുന്ന് പോവുകയാണ്. ഇനി നമ്മൾ ലുങ്ലേയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ലുങ്ലയിലെ വിശേഷങ്ങൾ നമുക്ക് ഇനി കാണാം കേട്ടോ. എന്തായാലും പോണേക്ക് മുമ്പ് ഞാൻ തിരിച്ച് ഒരു വട്ടം കൂടി ഈ ഒരു സ്ഥലത്തേക്ക് തന്നെ വരും. ഞാൻ പോണ വഴിക്ക് കണ്ടൊരു കാഴ്ച കാണിച്ചത് ഇത് ഒരു പാലം കണ്ടോ. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ലുങ്ലയിലേക്കാണ് പോണത്. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ള വീഡിയോ അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ചാനലെല്ലാവരും മറക്കാതെ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം.